ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരു ബ്രേക്കപ്പിൽ നിന്നും എങ്ങനെ നമുക്ക് പെട്ടെന്ന് റിക്കവറായിട്ട് പുറത്തു വരാൻ സാധിക്കും, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അത് രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് അത് സാരമായ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ എങ്ങനെ ആ ബ്രേക്കപ്പിൽ നിന്നും റിക്കവറായിട്ട് പുറത്തു വരണം എന്നതിനെപ്പറ്റി കൃത്യമായൊരു അറിവ് ഒരുപക്ഷെ അവർക്കുണ്ടാകണമെന്നില്ല. ആദ്യം തന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമേ തന്നെ ചെയ്യേണ്ടത്. ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻസിൽ നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ടും വരുന്നത് നെഗറ്റീവായിട്ടുള്ളതും മോശപ്പെട്ടതുമായിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻസിൽ മാക്സിമം നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക, ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. ബ്രേക്കപ്പിൽ നിന്നും പെട്ടെന്നൊരു റിക്കവറി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട ചില സ്റ്റെപ്സിനെ പറ്റിയും ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ ബ്രേക്കപ്പിന്റെ ചില സയന്റിഫിക് വശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ സത്യത്തിൽ ബ്രേക്കപ്പ് എന്ന കാര്യം നമ്മളെ സാരമായ രീതിയിൽ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുകയില്ല, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ആദ്യമേ തന്നെ ഒരിക്കലും ഒരു ബ്രേക്കപ്പിൻ്റെ പേരിൽ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ചില ആളുകൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവരെ തന്നെ അവർ കുറ്റപ്പെടുത്തും. അതായത് അവർക്ക് ലുക്കില്ലായിട്ടാണ്, അവർക്ക് പൈസ ഇല്ലായിട്ടാണ്, അല്ലെങ്കിൽ അവരൊരിക്കലും റെസ്പോൺസിബിൾ ആകാനായിട്ടാണ് ആ ബ്രേക്കപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ ബ്ലെയിം ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ഒഴിവാക്കുക. ഇത് വളരെ വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ബ്രേക്കപ്പിൽ നിന്ന് റിക്കവറായി വരാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കും. രണ്ടാമത്തേത്, ഈ ബ്രേക്കപ്പിൻ്റെ സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരിക്കും. ബ്രേക്കപ്പിന് ശേഷം ഈ സമയങ്ങളെല്ലാം ശൂന്യമായി മാറും. നമുക്ക് ഈ സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഹാബിറ്റ്സുകൾ ഈ സമയത്ത് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ സമയത്ത് മുഴുവൻ ബ്രേക്കപ്പിന് ശേഷം ആ സമയങ്ങൾ വെറുതെ ആവും. അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ നിങ്ങൾ പുതിയ ഹാബിറ്റ്സ് റീപ്ലേസ് ചെയ്യുക. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വേണേൽ ജിമ്മിൽ പോകാം, ബുക്സ് റീഡ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അതുമല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. അത്തരത്തിലുള്ള പുതിയ ഹാബിറ്റ്സ് അവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ എക്സിനെ പറ്റിയുള്ള ഓർമ്മകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. ഇത് ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വലിയൊരു തടസ്സമായിരിക്കും സൃഷ്ടിക്കുക. മൂന്നാമത്തേത്, ഈ ബ്രേക്കപ്പിൻ്റെ സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ എക്സിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചു കൂട്ടാറ്. നിങ്ങൾ അഥവാ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ചിന്തിക്കേണ്ടത് അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഏതെങ്കിലും മോശമായിട്ടുള്ള സ്വഭാവമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതികളോ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളോ, അത്തരത്തിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും പോരായ്മകൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ. ഇതും നിങ്ങളെ ബ്രേക്കപ്പിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആകാൻ വേണ്ടി കൂടുതൽ സഹായിക്കും. ഇനി നാലാമത്തേത്, ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ എക്സുമായിട്ടുള്ള സകല കോണ്ടാക്റ്റുകളും നിങ്ങൾ അവസാനിപ്പിക്കും. വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്യുക, അൺഫോളോ ചെയ്യുക. അത്തരത്തിൽ അവരുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന എല്ലാ കോണ്ടാക്ട്സും നിങ്ങൾ മാക്സിമം അവസാനിപ്പിക്കും. നിങ്ങൾ ജെന്യുവനായിട്ടും ബ്രേക്കപ്പിൽ നിന്നും ഒരു റിക്കവറി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനൊരു പാർട്ട് 2 കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സൈനിങ് ഔട്ട്.